വയനാട്ടിലേക്കാണ് യാത്ര. സാഹസിക ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന പല വിധത്തിലുള്ള പദ്ധതികളും തുടരുന്നുണ്ട് വയനാട്ടിൽ. അല്ല, വയനാട്ടിനെ ചേർത്ത് നിർത്തേണ്ടത് നമ്മളുകൂടെ കടമയാണ്. നേരത്തെ ഈ പറയുന്നത് പോലെ അവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം, അതിനുശേഷം ടൂറിസം മേഖല ഒന്നാകുന്ന ഡൗൺ ആയിരുന്നു. പക്ഷേ അവിടുത്തെ കൂടുതൽ ആൾക്കാർ പോകേണ്ടതുണ്ട്, വീണ്ടും പഴയപടി വയനാട്ടിനെ മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലൊന്നാണ് ഓഫ് റോഡ് ജീപ്പുകളുടെ മത്സരങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരം വയനാട് കമ്പളക്കാട്ട് നടന്നു. ആ കാഴ്ചയിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. പുളിയേരി. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് നടക്കുന്നിടത്തേക്കാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം വല്ലാത്ത തളർന്നൊരവസ്ഥയായിരുന്നു വയനാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പല അഡ്വഞ്ചർ ആക്ടിവിറ്റികളും വയനാട്ടിൽ നടക്കുക വഴി ടൂറിസം വല്ലാതെ കുതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അത്തരത്തിൽ വയനാട് ജീപ്പേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു വിൻ്റർ ചലഞ്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വയനാട്ടിലെ സാഹസിക ടൂറിസത്തിൻ്റെ സാധ്യതയെയാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് കിട്ടുന്നത്. ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും കാണാൻ കഴിയുന്നതാണ്. ഞാൻ ഡോക്ടർ ഫഹദ്, എൻ്റെ കോ ഡ്രൈവർ രാജീവ് ലാൽ. ഞങ്ങൾ കുറച്ച് കാലമായിട്ട് പ്രൊഫഷണലായിട്ട് കോമ്പറ്റേറ്റീവ് ഓഫ് റോഡിങ് ഓടിക്കുന്നുണ്ട്. അതിൽ വയനാട് ജീപ്പേഴ്സിൻ്റെ വിൻ്റർ ചലഞ്ച് എന്ന് പറഞ്ഞ ഇവൻ്റാണിത് ഇന്ന് നടക്കുന്നത്. ഇത് കേരളത്തിൽ നടക്കുന്ന ഇവൻറ്റുകളിൽ ഏറ്റവും പേര് കേട്ട, ഏറ്റവും ടെക്നിക്കലായി, ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഇവൻ്റാണ്. വണ്ടികൾ ഒരുപാട് മറിയാനും ഒക്കെ ചാൻസ് ഉള്ള ഇവൻറ്റുകളാണ്. അപ്പോൾ വണ്ടിയുടെ സേഫ്റ്റി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്രൈവറുടെ സ്കില്ല് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതുപോലെ കോ ഡ്രൈവറുടെ നാവിഗേഷൻ സ്കില്ലുകൾ. ആർട്ടിഫിഷ്യലി ചെയ്യുന്ന ട്രാക്കുകളായിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ ഏരിയയിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് പിറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആർട്ടിക്കുലേഷൻസ് അല്ലെങ്കിൽ ക്ലൈംസ് കാര്യങ്ങൾ, ചിലതിൽ വേ പോയിൻറ്റ്സ് ഉണ്ടാവും, ഫ്ലാഗ്സ് ഉണ്ടാവും, അത് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ട്രാക്ക് നടക്കുന്നത്. ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ആളായിരിക്കും 100 പോയിന്റ് ഉണ്ടാവുക. അതിൽ പെനാൽറ്റി വരികയാണെങ്കിൽ അത് 10 പോയിന്റ് പെനാൽറ്റി വന്നിട്ട് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും, അത് കുറയും. അങ്ങനെ വെച്ചിട്ടാണ് പോയിന്റ് വൈസ് ചെയ്യുന്നത്. അത് 3 ട്രാക്കുണ്ട്. 3 ട്രാക്കിലും ആ ട്രാക്കിൽ ബെസ്റ്റ് വരുന്ന ആൾക്കാർക്ക് പോയിന്റ് വൈസ് ആയിട്ട് 3 കൂടി കാൽക്കുലേറ്റ് ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് കൊടുക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രശംസനീയമായ പ്രവർത്തനം നടത്തിയവരാണ് ഓഫ് റോഡേഴ്സ്. അവരുടെ ജീപ്പുകളെല്ലാം ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ നടത്തിയത്. അത്തരം കാഴ്ചകൾ ചാലിയാറിൻ്റെ മേഖലകളിൽ നിന്നും മാത്രമല്ല മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം തന്നെ അത്തരം കാഴ്ചകൾ കൂടി നമുക്ക് മുന്നിലെത്തിയിരുന്നു. ഇവർക്ക് വലിയ പിന്തുണയും സൈന്യമടക്കം നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് ഓഫ് റോഡേഴ്സിൽ നിന്ന് വലിയ രീതിയിൽ അംഗീകാരം കിട്ടിയൊരു സന്ദർഭം കൂടിയാണ്. കാണുന്ന ടെറൈനുകൾ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. കാരണം മനസ്സിനെ പാകപ്പെടുത്തുക ഇപ്പോൾ പെട്ടെന്നൊരാൾക്കും പറ്റത്തില്ല. അതുപോലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയിടുന്ന ഒരു ഡ്രൈവർക്ക് മാത്രമേ അങ്ങനെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാം. അന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഞങ്ങൾ 100 ചില്ലറ ആളുകളെ ജീവനോടെ പുഴകടത്തി കൊണ്ടുവന്നായിരുന്നു. ഞങ്ങളുടെ ട്രക്ക്, ആർമി ട്രക്ക് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അതുമാത്രമല്ല, അത് 40 സംതിങ് ഡെഡ് ബോഡികൾ കണ്ടെടുക്കാൻ കൊണ്ടുവരാനും നമുക്ക് സഹായിക്കാൻ പറ്റി സൈന്യത്തിൻ്റെ ഒപ്പം. അങ്ങനെ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത്
പഠിച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ഉപകാരപ്പെട്ടത്. അതുമാത്രമല്ല ഇവൻറ്റ് സംഘടിപ്പിക്കുന്നതിന് കാരണം ഈ വയനാടിൻ്റെ ഇപ്പോഴത്തെ വന്ന ശോചനീയാവസ്ഥ, അതായത് ഈ ചുരൽമല ദുരന്തത്തിന് ശേഷം വയനാട് വന്ന ടൂറിസം മേഖലയിൽ വന്ന പ്രശ്നങ്ങൾ കൊണ്ട് വയനാടിൻ്റെ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ള സംഘടനകൾക്കുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി വയനാടിൻ്റെ ടൂറിസം ഓൾറെഡി താന്നാണ് കിടക്കുന്നത്. ആരും പുറത്തുനിന്നൊന്നും ആൾക്കാർ വരുന്നില്ല. നമുക്ക് ഇതുപോലെ ഓരോ ക്ലബ്ബ് വൈസിനെയും അതുപോലെ ഓരോ എന്താ പറയുക കൂട്ടായ്മയും പഠിച്ചിട്ട് വയനാടിൻ്റെ ടൂറിസത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ഡ്രൈവ് ഉപകാരപ്പെടും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമുക്ക് വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ മത്സരിക്കാൻ ഓരോ ടീമാണ് വരുന്നതെങ്കിലും അവരെ കൂടെ 5-8 ആൾക്കാർ വരും. അവർക്ക് റിസോർട്ട്, ഹോട്ടൽസ്, ബുക്കിംഗ് ഒക്കെ വരും. നമുക്ക് ഇപ്പോൾ ഇതിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ 2 ആൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ 8 ആൾ വന്നിട്ടുണ്ടാവും. അവർ റൂം, ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വയനാടിനെ ഒരു കളറാക്കാൻ പറ്റും. ഇപ്പം പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇങ്ങനൊരു ഇവൻറ്റിന് വരണമെങ്കിൽ തന്നെ ഇങ്ങനൊരു ഇവൻറ്റിന് ഒരു മിനിമം സേഫ്റ്റി റിക്വയർമെൻറ്റ്സും മിനിമം റൂൾസ് ആൻഡ് റെഗുലേഷൻ റിക്വയർമെൻറ്റ്സും വേണം. അപ്പം അങ്ങനെയുള്ളൊരു സേഫ്റ്റി റിക്വയർമെൻറ്റ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻ റിക്വയർമെൻറ്റും വളരെ വളരെ നന്നായി പാലിച്ചുകൊണ്ട് വയനാട് ജീപ്പേഴ്സ് ഇങ്ങനെയൊരു ഇവൻറ്റ് വയനാട്ടിൽ നടത്തുന്നത് ഈസ് ആക്ച്വലി വെരി പ്രൗഡ്. ഞാനൊരു വയനാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ആക്ച്വലി വെരി ഹാപ്പി. ഈ മത്സരത്തിൻ്റെ ഭാഗമാകാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മത്സരാർത്ഥികളെത്തി. വനിതകളുടെ പ്രാതിനിധ്യവും ശ്രദ്ധേയമായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ട്രാക്കാണ്. ഒന്നും പ്രതീക്ഷിച്ച് വന്നതല്ല ഇങ്ങോട്ടേക്ക്. ജസ്റ്റ് ഒന്ന് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു രീതിക്ക് വന്നതാണ്. അങ്ങനെ ട്രാക്കിലോട്ട് ഇറങ്ങി ഒന്നും നോക്കാണ്ട് ഓടിച്ച് അങ്ങനെ ഫസ്റ്റ് കിട്ടി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. Meena Srikanth and I'm from Bangalore. We come from the team Offbeat Automotives from Bangalore, and our team we are participating almost 4 participants as of today and yesterday, and we participated in ladies class also, and one of my teammate Spandana Gowda, she won, and I was co-driving for her yesterday. The terrains are little rougher than what we can expect in Karnataka, but yeah, this is a very good terrain that we have. It is always a beautiful experience to come to Kerala. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒമാനിലാണ്. ഈ ഒരു ഇവൻറ്റിന് വേണ്ടി മാത്രം വന്നതാണ്. നല്ല ട്രാക്കാണ്, നല്ല കാലാവസ്ഥ, എന്തുകൊണ്ടും ഓടിക്കാൻ പറ്റുന്നൊരു നല്ല സാഹചര്യമാണ്. ഞങ്ങൾ ടൂറിസം മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ കുറേ ഇവൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം സൈക്ലിംഗ് നടത്തി, കഴിഞ്ഞ ആഴ്ച ഇപ്രാവശ്യം ഓഫ് റോഡ് ഇവൻറ്റ്. ഞാൻ സെക്രട്ടറിയാണ്, ഇത് പ്രസിഡൻ്റാണ് വയനാട് ജീപ്പേഴ്സിൻ്റെ. ഇത് ഞങ്ങൾ 3rd എഡിഷനാണ് ഈ ഇവൻറ്റ് നടക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം കുറച്ച് ചെറിയ ബ്രേക്കിന് ശേഷമാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് ഈ ഇവൻറ്റ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് ഞങ്ങൾ ഒബ്സ്റ്റക്കിൾസ് ആണ്, ഫാസ്റ്റ് ഡ്രൈവിംഗ് അല്ല, സ്കിൽ ഡ്രൈവിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് പിന്നെ 11 ട്രാക്ക് ഉണ്ട്. ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ ജിംനി, താർ കാറ്റഗറി, ഡീസൽ, പെട്രോൾ, സ്റ്റോക്ക് കാറ്റഗറി ഓൾമോസ്റ്റ് ഫിനിഷായി. ഇന്നലെ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്ട്രീം ക്ലാസിൻ്റെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈവനിങ്ങോടുകൂടി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അതുവഴി വയനാടിൻ്റെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഉണർവും ഉണ്ടാകട്ടെ. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.